ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു സൺഡേ വ്ളോഗ് എടുക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് വീട്ടിലെല്ലാവരും ഉള്ള ദിവസമാണല്ലോ അച്ഛാ. അപ്പോൾ ഏട്ടനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബിരിയാണി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഒരു സ്പെഷ്യൽ സൺഡേ ആക്കണം. അല്ലെങ്കിൽ എല്ലാ സൺഡേസും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ. ഞങ്ങൾ മീൻ എന്തെങ്കിലും ഹാർബറിൽ, പക്ഷെ ഇന്നിപ്പോൾ ഹാർബർ ഇല്ല തോന്നുന്നു. അല്ലെങ്കിൽ നമ്മൾ ഹാർബറിൽ പൊന്നാനി ഹാർബറിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കലുണ്ട്. പിന്നെ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഗൈസ്. കാരണം നമ്മുടെ ചാനലിൽ എത്ര സബ്സ്ക്രൈബർ ആയ വെച്ചാ 1500 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ 1000 ആവാൻ ഒരുപാട് ടാസ്ക് ഉണ്ടായിരുന്നു. 1000 കഴിഞ്ഞപ്പോൾ 1500 ആവാൻ വളരെ ഫാസ്റ്റായിട്ട്. അതിന് നിങ്ങളുടെ സപ്പോർട്ടാണ്, നിങ്ങളെ ഓരോരുത്തരും സപ്പോർട്ട് വളരെ വലുതാണ്. അപ്പോൾ വീണ്ടും നന്ദി. അപ്പോൾ ഇനിയും നമ്മളെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഗൈസ്, അച്ഛൻ എന്ന് പറയുകയാണെങ്കിലേ എന്താ പറയുക, ഈ ഒരു സബ്സ്ക്രൈബേഴ്സ് എനിക്കിങ്ങനെ അച്ഛൻ എല്ലാവരെയും കാണുമ്പോഴൊക്കെ ഞാനൊന്നും അങ്ങനെ പറയാറില്ല കേട്ടോ. എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്നൊന്നും ഞാൻ പറയാറില്ല. പക്ഷെ അച്ഛൻ എവിടെ ഒരാളെ കണ്ടാലും അച്ഛൻ പറയും എൻ്റെ മോളുടെയൊക്കെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്ന് പറയും. അപ്പോൾ അതല്ലേ നമ്മുടെ അച്ഛന്മാരുടെ സ്നേഹം എന്ന് പറയുന്നതൊന്നും വേറെ തന്നെയല്ലേ. പിന്നെ എന്ന് പറയുകയാണെങ്കിൽ ഡെയിലി അച്ഛൻ പിന്നെ എനിക്ക് നല്ല മോട്ടിവേഷൻ കേട്ടോ. കാരണം എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണുമ്പോൾ അച്ഛൻ പറയും വീഡിയോ എടുക്ക് എന്ന് പറയും. അപ്പോൾ ആ ഒരു എഫേർട്ട് നമ്മൾ എടുത്ത് പറയേണ്ടതല്ലേ. അപ്പോൾ ഗൈസ് നമുക്ക് അപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ട്. ഏട്ടൻ വാ ഇങ്ങോട്ട് വാ. ഹലോ ഗൈസ്, അപ്പോൾ രാവിലെ തന്നെ കുളിച്ചിട്ട് റെഡിയായി വന്നിരിക്കുകയാണ് കേട്ടോ. രാവിലെ കുളിക്കാറില്ല. ഇവിടെ എൻ്റെ അമ്മേനെ പേടിച്ച് രാവിലെ കുളിക്കുന്നതാണ്. അമ്മയ്ക്ക് നിർബന്ധമാണ് രാവിലെ. എന്തേ അമ്മേനെ പേടിച്ചിട്ടല്ലേ രാവിലെ കുളിക്കുന്നത്? അതായത് എൻ്റെ അമ്മയ്ക്ക് ഇവിടെ ഒന്നുമില്ലെങ്കിലും രാവിലെ കുളിച്ച് റെഡി ആയിട്ട് ഇവിടെ ഇരിക്കണം നിർബന്ധം. ഏട്ടൻ മര്യാദയ്ക്ക് കുളിക്കാറുണ്ട്. പക്ഷെ ഈ ഒരു നിങ്ങൾ ചോദിച്ചാൽ എൻ്റെ കയ്യിൽ പാഷൻ ഫ്രൂട്ട് രാവിലെ തന്നെ വന്നിട്ട് പറക്കിയതാണ്. കാരണം അത് കിട്ടാറില്ല. നമ്മളെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എപ്പോഴും അണ്ണാനോ ഒപ്പം കണ്ടില്ല, നല്ല കിളികളുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ വന്നിട്ട് ചോദിക്കും പാഷൻ ഫ്രൂട്ട് കയറ്റി വെച്ചു. അവരെ വിചാരം നമ്മൾ ഉണ്ടായിട്ട് കൊടുക്കാത്തതല്ല. കാരണം ഈ സാധനം കൊത്തിയത്, പിന്നെ ഈ കൊത്തിയതൊന്നും ഈ സമയത്ത് നമ്മൾ കഴിക്കുകയേ ചെയ്യാറില്ല കേട്ടോ. കാരണം പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഒരു കഷ്ണം കൊത്തിയാലും നമ്മളെടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ നിപ്പ പേടികൊണ്ട് തൊടാറില്ല. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ മരം കാണിച്ചു തരാം. ആ കാണണം കേട്ടോ, നമ്മുടെ എന്താ പറയുക ബ്ലറായല്ലേ. ഇതാ ആ കാണാണ് നമ്മളെ ആ പുതിയ ഭാഗം, വീടിൻ്റെ പുതിയ ഭാഗത്തിൻ്റെ അവിടെ കാണുന്ന പ്ലാവിമ്മ പടർത്തിയതാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ഏട്ടനും ആയിരുന്നു ലാസ്റ്റ് കഴിച്ചത്. ഞാനും ഏട്ടനും അച്ഛനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ സൺഡേ ആയതുകൊണ്ട് കുറച്ച് നേരമൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. സാമ്പാർ അടിപൊളിയാണ്, ഏട്ട ചട്നി അടിപൊളിയാണ് ഗൈസ്. അമ്മ ഒരു ദോശ കൊണ്ടത്തൊന്നിരിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിച്ചിട്ട് കാണാം കേട്ടോ. നമുക്ക് വേഗം ഇപ്പൊ തന്നെ സമയം ലേറ്റ് ആയി. വേഗം ബിരിയാണി ഉണ്ടാക്കണ്ടായിരുന്നു. 1 മണിക്ക് ഒരു മണിയില്ല 2 മണിക്കെങ്കിലും ബിരിയാണി കഴിക്കണ്ടേ. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ പറഞ്ഞത് രാവിലെ തന്നെ പറമ്പിൽ നിന്ന് കൂണ് കിട്ടിയിട്ടുണ്ടെന്ന് കേട്ടോ. ഭയങ്കര സന്തോഷമാണ്. കാരണം പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ അച്ഛനൊക്കെ ഉള്ള സമയത്ത് ഒരു മുറത്തിലേക്കും ചാക്കിലേക്കൊക്കെ കൂണ് കിട്ടാറുണ്ട് കേട്ടോ. ഇപ്പം എന്താ അറിയില്ല, ഇതിങ്ങനെ കിട്ടുന്നില്ല. അതായത് എന്നും മുളയ്ക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ആ സമയമായി പോയി നോക്കിയാൽ കാണാൻ തന്നെ ഇല്ല അവിടെ. അപ്പോൾ നമ്മളിപ്പോൾ റിലയൻസിലോ നെസ്റ്റോലോ വല്ല സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ ബട്ടൺ മഷ്റൂംസ് ഒക്കെ കാണില്ലേ. അപ്പോൾ ഒരു പാക്കറ്റ് വാങ്ങിയിട്ട് കൊണ്ടുവരും. പക്ഷെ ആ ഒരു ടേസ്റ്റ്, നമ്മുടെ ഈ കൂണിൻ്റെ ടേസ്റ്റ് അതിനില്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. കാരണം ഇതിപ്പോൾ ഒന്നുമില്ല, ആകെ ഒരു ഇച്ചിരിയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിൽ എന്തോ പറയില്ലേ, പഴഞ്ചൊല്ല് കൂണിൽ ഉപ്പിട്ട പോലെ എന്ന് പറയില്ലേ, ഒന്നുമില്ല. എന്നോട് നിങ്ങളൊക്കെ ക്ഷമിക്കുക ഗൈസ്, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ബിരിയാണി ഉണ്ടാക്കുന്നതൊക്കെ ആകെ നേരം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ദമ്മ് പൊട്ടിച്ചു കേട്ടോ. അടിപൊളി ബിരിയാണി ആയിരുന്നു. കാരണം എപ്പോഴും നമ്മളെ ചോറ് ഊറ്റാറാണ് പതിവ്. പക്ഷേ എപ്പോഴും ഏട്ടൻ പറയും ഒന്ന് വറ്റിച്ച് നോക്കുക, അപ്പോഴല്ലേ ആ ചോറിൻ്റെ യഥാർത്ഥ ഒരു എസൻസ് ഒക്കെ അതിലേക്ക് ഇറങ്ങുക. അങ്ങനെ ഇപ്രാവശ്യം ഞങ്ങളത് ചെയ്തു കേട്ടോ. അപ്പോൾ അത് സക്സസ് ആവുകയും ചെയ്തു. നമുക്ക് ആ ഫസ്റ്റ് ടൈം ചെയ്യണോണ്ട് തന്നെ ഭയങ്കര പേടിയുണ്ടായിരുന്നു. ചോറൊക്കെ നല്ല ഇങ്ങനെ എന്താ പറയുക ഭയങ്കര സോഫ്റ്റായിട്ട് ദമ്മ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് പ്രത്യേകിച്ച് ആ ബിരിയാണിക്കൊരു ടേസ്റ്റ് കിട്ടണം കേട്ടോ. അപ്പോൾ എന്തായാലും 1 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മളെ ബിരിയാണി സെറ്റായി. കാരണം വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് വീണ്ടും 2 മണിക്കൂറൊക്കെ ആവും. കാരണം നമ്മളെല്ലാം ട്രൈപോഡുമ്പോൾ വെക്കണം, സെറ്റ് ചെയ്യണം. അപ്പോൾ കുറേ ടാസ്ക് അല്ലേ. അപ്പോൾ ബിരിയാണി ഇതാ ഏട്ടനാണ് മിക്സ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയാറില്ല, മിക്സ് ചെയ്യുന്നതിലും ബിരിയാണിയുടെ ടേസ്റ്റ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ അതൊരു സൈഡിൽ നിന്നായിട്ട് നല്ല വെന്ത് ചിക്കനിലൊക്കെ. നമ്മളെപ്പോഴും ഈ തലശ്ശേരി ദം ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കാറ്. കാരണം ഇവിടെ ഏട്ടൻ വളരെ ഹെൽത്തിയാണ്,
ഫ്രൈഡ് ബിരിയാണി ഒക്കെ ആകുമ്പോൾ ഒരുപാട് ഓയിലൊക്കെ അല്ല. അപ്പോൾ ഈ ബിരിയാണി വെക്കുകയാണെങ്കിലും നെയ്യൊക്കെ വളരെ കുറച്ചാട്ടോ ഉപയോഗിക്കാറുള്ളൂ. എന്നിട്ട് നമ്മളതിൽ ഇതുപോലെ അധികം മസാലകളൊന്നും ഉണ്ടാവില്ലല്ലോ. തലശ്ശേരി ദം ബിരിയാണിയിൽ മഞ്ഞപ്പൊടിയും പിന്നെ നമ്മൾ ഗരം മസാലയൊക്കെ അല്ലേ നമ്മൾ ചേർക്കാറുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ബിരിയാണിയൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് വിളമ്പാൻ. അപ്പോൾ നമ്മൾ കഴിക്കുന്നതിന് മുൻപായിട്ട് അച്ചച്ചന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് വീത് നമ്മൾ മാറ്റും കേട്ടോ. അപ്പോൾ അത് എന്ത് കഴിക്കുമ്പോഴും നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് നമ്മൾ വായിൽ കൊടുക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഓർമ്മ വരികയും, അപ്പോൾ ഇതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരല്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പ്ലേറ്റിൽ കുറച്ചെടുത്തിട്ട് അച്ചച്ചൻ്റെയും അച്ഛമ്മയുടെയും ഫോട്ടോയുടെ താഴെയാണ് കൊണ്ടുവച്ച് കൊടുക്കാറ്. അപ്പം എന്താ പറയുക, ആ ഒരു സമയത്ത് നമുക്ക് സങ്കടവും വരും ഒക്കെ കൂടെ വരും ഗൈസ്. ആ ഒരു സമയം അങ്ങനെയാണ്. ഏട്ടാ അച്ഛൻ എങ്ങനെയുണ്ട് ഏട്ടാ? ഞാൻ കഴിച്ചോട്ടെ കേട്ടോ. കുറച്ച് സാലഡ് എടുക്കുക, ഒരു പീസ് ഉച്ചയ്ക്ക് നല്ല അടിപൊളി ദമ്മ ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം ഇതുപോലെ നമ്മളെല്ലാവരും കൂടെ ഉമ്മർത്തിരുന്ന് വർത്താനം പറയും. എന്നിട്ടൊരു 3-3:30 ആയപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ട്. അപ്പോൾ ഗൈസ് ഞാനത് എടുക്കാൻ വിട്ടുപോയി, ഓർമ്മ ഉണ്ടായിരുന്നില്ല വീഡിയോയുടെ കാര്യം. എന്നിട്ടൊരു 6 മണിയായപ്പോൾ നമ്മൾ നേരെ പാടത്തേക്ക് പോയിട്ടോ. പാടത്ത് ഈ ഒരു സമയം പോയിരിക്കുക അടിപൊളിയാണ്. നല്ല അസ്തമയമൊക്കെ കാണുമ്പോൾ ആകാശം നല്ല മനോഹരമാണ്, കാറ്റൊക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.